ലോകം മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലായിരുന്നു ആ 36 മണിക്കൂറുകൾ. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം തകർക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയ പ്രൊജക്ട് ഫ്രീഡം എന്ന രഹസ്യ സൈനിക പദ്ധതി പരാജയപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. NBC ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സ്വന്തം സഖ്യകക്ഷിയായ സൗദി അറേബ്യ അമേരിക്കയെ കൈവിട്ടതാണ് ഈ ദൗത്യം പാളാൻ പ്രധാന കാരണം. ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പ്രതിരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി ശക്തമായതോടെയാണ് ട്രംപ് സൈനിക നീക്കത്തിന് ഉത്തരവിട്ടത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാന പാതയിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും വ്യക്തമായ മേധാവിത്വം ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി വൻ സന്നാഹമാണ് പെന്റഗൺ ഒരുക്കിയിരുന്നത്. എന്നാൽ ഈ സൈനിക നീക്കത്തിന്റെ വിജയം പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത് സൗദി അറേബ്യയുടെ സഹകരണത്തെയായിരുന്നു. തങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് സൗദി ആകാശപരിധി ഉപയോഗിക്കാനും പ്രിൻസ് സുൽത്താൻ എയർബേസ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനും അമേരിക്ക അനുമതി നൽകി. എന്നാൽ ഇവിടെയാണ് ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് മുഹമ്മദ് ബിൻ സൽമാനെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പതിറ്റാണ്ടുകളായുള്ള US സൗദി പ്രതിരോധ ബന്ധത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ സംഭാഷണം. സൗദിയുടെ ഈ ഉറച്ച നിലപാട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര തിരിച്ചടിയായിരുന്നു. ഇറാന്റെ മിസൈലുകൾക്ക് പെട്ടെന്ന് ഇരയാകാൻ സാധ്യതയുള്ള സൈനിക താവളങ്ങൾ വിട്ടുനൽകുന്നത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് റിയാദ് ഭയപ്പെടുന്നുണ്ട്. കൂടാതെ ഇറാനുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത് മേഖലയിലെ സാമ്പത്തിക സ്ഥിരത തകർക്കുമെന്നും അവർ വിലയിരുത്തി. ഗൾഫ് മേഖലയിലെ ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും സൗദിയുടെ ഈ തീരുമാനത്തിൽ അമ്പരപ്പിലാണ്. സാധാരണഗതിയിൽ അമേരിക്കയുടെ സൈനിക താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ സൗദി അറേബ്യ സ്വീകരിച്ച ഈ സ്വതന്ത്ര നിലപാട് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായാണ് കാണപ്പെടുന്നത്. പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ ട്രംപ് വിഭാവനം ചെയ്ത പദ്ധതിക്ക് പിന്നിൽ വലിയൊരു സൈനിക ലക്ഷ്യമുണ്ടായിരുന്നു. ഇറാന്റെ വിപ്ലവ ഗാർഡുകളെ ഹോർമുസിൽ നിന്ന് തുരത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ഉദ്ദേശം. എന്നാൽ സൗദി ആകാശപരിധി അടച്ചതോടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഈ മേഖലയിലേക്ക് എത്തുന്നത് അസാധ്യമായി മാറി. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ ആഗോള ഷിപ്പിംഗ് കമ്പനികളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരുകയും എണ്ണക്കപ്പലുകൾ വഴിമാറി സഞ്ചരിക്കുകയും ചെയ്തതോടെ ലോകം മറ്റൊരു ഇന്ധന പ്രതിസന്ധിയെ ഭയപ്പെട്ടു. ദൗത്യം തുടങ്ങി വെറും 36 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ട്രംപ് തന്റെ പദ്ധതി പിൻവലിച്ചു. ഇറാനുമായി നടത്തിയ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായത് കൊണ്ടാണ് ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്നത് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഈ സംഭവ വികാസത്തോടെ ഇറാൻ കൂടുതൽ ആത്മവിശ്വാസത്തിലായിരിക്കുകയാണ്. ഒരു വെടി പോലും ഉതിർക്കാതെ തന്നെ അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത് ടെഹ്റാനിലെ ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ വിജയമായാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾക്കിടയിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം കുറയുന്നു എന്നതിന്റെ തെളിവായി ഇറാൻ ഇതിനെ ഉയർത്തിക്കാട്ടുന്നു. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഈ വാർത്ത വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തിന്റെ പരാജയമായാണ് ഡെമോക്രാറ്റുകൾ ഇതിനെ കാണുന്നത്. സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ നടത്തുന്ന ഇത്തരം സൈനിക നീക്കങ്ങൾ അമേരിക്കയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുമെന്ന് അവർ വിമർശിക്കുന്നുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. സ്വന്തം സുരക്ഷാ താൽപര്യങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും മുൻഗണന നൽകുന്ന ഒരു വിദേശ നയമാണ് തങ്ങളുടേതെന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയുന്നു. അമേരിക്കയുടെ ഓരോ തീരുമാനത്തിനും കണ്ണടച്ച് സമ്മതം മൂളുന്ന പഴയ രീതി റിയാദ് ഉപേക്ഷിച്ചിരിക്കുന്നു. ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ ഹോർമുസ് കടലിടുക്കിനുള്ള പ്രാധാന്യം ഒരിക്കൽ കൂടി ഇവിടെ ചർച്ചയാകുകയാണ്. ഈ പാതയിലെ ചെറിയൊരു ചലനം പോലും ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. സൈനിക മേധാവിത്വത്തെക്കാൾ നയതന്ത്ര ചർച്ചകൾക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസക്തിയുള്ളതെന്ന് ഈ 36 മണിക്കൂർ നീണ്ട നാടകം തെളിയിക്കുന്നു. ട്രംപ് അവകാശപ്പെട്ടതുപോലെ ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടെങ്കിൽ പോലും അത് സൗദിയുടെ കർക്കശമായ നിലപാടിന്റെ ഫലമായി ഉണ്ടായ മാറ്റമാണെന്ന് ഉറപ്പിച്ചു പറയാം. ഖത്തർ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഈ മേഖലയിലെ സുരക്ഷയ്ക്കായി പുതിയൊരു കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശിക സമാധാനത്തിന് ഊന്നൽ നൽകുന്ന ഒരു കരാറിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സൈനിക വിന്യാസം കുറയ്ക്കാൻ ഇരുവിഭാഗവും തയ്യാറായേക്കും. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ അവസാനിക്കുമോ എന്നത് കണ്ടറിയണം.
ഈ വിഷയത്തിൽ റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളും ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയുടെ സ്വതന്ത്ര നിലപാടിനെ അവർ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഏകപക്ഷീയത അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സൂചന. ഭാവിയെ സംബന്ധിച്ച് ഈ സംഭവം വലിയൊരു പാഠമാണ്. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഐക്യം എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഏത് സൈനിക നീക്കത്തിനും പശ്ചിമേഷ്യയിലെ പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ പ്രതിച്ഛായക്കേറ്റ തിരിച്ചടിയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന നയം പിന്തുടരുമ്പോഴും സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സംഭവം വലിയൊരു ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. ഹോർമുസ് കടലിടുക്കിലെ ആ 36 മണിക്കൂറുകൾ ലോക ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി രേഖപ്പെടുത്തും. സൈനിക ബലത്തേക്കാൾ നയതന്ത്രത്തിന്റെ ശക്തി ലോകം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. പശ്ചിമേഷ്യയിൽ പുതിയൊരു ശക്തി കേന്ദ്രമായി സൗദി അറേബ്യ മാറുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്.